ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു നോമ്പൊക്കെ വരാൻ വന്നതല്ലേ. അപ്പോൾ ഇത് കണ്ണൂക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള പണ്ടപ്പത്തിലാണ്. പക്ഷേ ചില സ്ഥലത്ത് ഇതിന് ഓരോ പേരാണ്. പല്ലട, പരിപ്പട, അങ്ങനെ പല ഐറ്റം പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ തൊലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 കപ്പ് മൈദയിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നല്ലോണം നമ്മൾ പൂരിക്കലൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ലോണം കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതൊരു അരമണിക്കൂറൊക്കെ അല്ലെങ്കിൽ 1 മണിക്കൂറൊന്ന് വെക്കാം. നന്നായി ലൂസാവാ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് മാറ്റി വെക്കാം. പിന്നെ ഒരു പാനിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ട് 3 സവാളയാണ് കേട്ടോ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്. അതും 2 പച്ചമുളകും ഒരു തുള്ളി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഉള്ള പേസ്റ്റും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് ചെറിയ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ഇത് നല്ലോണം ഉടഞ്ഞിട്ട് വരും. പിന്നെ അതിന് ശേഷം അതിനകത്ത് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്യാം. പിന്നെ അതിന് ശേഷം ഞാൻ വേവിച്ച് വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. അപ്പോഴേക്കും ഇത് നല്ലോണം ഈ മസാലയും ചിക്കനെല്ലാം ആയിട്ടൊന്ന് കുക്കാവും. അതുവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിനകത്ത് ചിക്കൻ മസാല ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ നാടൻ രീതിയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് മല്ലിയിലയും കൂടി ലാസ്റ്റ് ഇട്ട് മസാല ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് അവിടെ വെക്കാം. ആ സമയത്തേക്ക് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മാവ് ചെറിയ ചെറിയ ബോൾ ഷേപ്പ് ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. റൗണ്ടായിട്ട് ഒന്ന് ചെറുത് ഒന്ന് വലുതായിട്ട് വേണം പരത്താൻ. എന്നിട്ട് പിന്നെ ആ വലിയതിനകത്ത് മസാല ഫില്ല് ചെയ്തിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച മുട്ടയും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് പിന്നെ നല്ലോണം ഈ പല്ല് എടുത്ത് വെക്കാം. അതായത് താഴത്തെ ഇത് മുതൽ മേലയിലേക്ക് ഇങ്ങനെ ചുറ്റി വേണം ചെയ്യാൻ. അത് ഫസ്റ്റ് അറ്റംപ്റ്റിലൊന്നും ആർക്കും ആവില്ല. പിന്നെ രണ്ടും ഒരേ ലെവലായിട്ട് എടുക്കുമ്പോൾ നമ്മളത് ഈ പല്ല് തടിപ്പ് വരും. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഇതെടുത്തത്. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഇത് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ വേഗം പോയിട്ടൊന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ. അപ്പോൾ ആ ഫില്ലിങ് തന്നെ പിന്നെ നമുക്ക് 2 തരം ഐറ്റംസ് ഉണ്ടാക്കാം. ഒന്ന് ഇറച്ചിപ്പത്തിൽ, ഒന്ന് സമോസ പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലോ. ആ ബോൾ ഷേപ്പുള്ളത് കുറച്ച് വെണ്ണത്തിലെടുത്ത് നല്ല 4 പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു സൈഡ് മുതൽ ഒരു സൈഡ് വരെ ഇട്ട് ചുറ്റിച്ചെടുക്കാം. പിന്നെ അടുത്തത് ഉണ്ടാക്കുന്നത് ഇറച്ചിപ്പത്തിൽ എന്നത് നേരത്തെ സമോസക്ക് വെച്ച അതിൻ്റെ 2 പീസ് ഒരുമിച്ചെടുത്തിട്ടാണ് ഇങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് എടുത്തിട്ട് പിന്നെ നേരത്തെ എടുത്ത് പല്ലെടുത്തില്ല, അതേപോലെ പല്ല് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇറച്ചിപ്പത്തിൽ റെഡി. അപ്പോൾ ഒറ്റ മസാലയിൽ 3 ഐറ്റംസ് വേഗം ഉണ്ടാക്കാം. നമ്മൾ ഇനി നോമ്പൊക്കെ വരെയല്ലേ, ഒരു ഫില്ലിങ്ങിന് തന്നെ 2-3 ഐറ്റംസ് ആക്കിയിട്ടിടാം. അപ്പോൾ ഇനി ഇതേപോലത്തെ ഇനിയും റെസിപ്പീസ് വരാനുണ്ട്. നമ്മൾ പുതിയാപ്പിളിൻ്റെ വീട്ടിലൊക്കെ കൊണ്ടുപോകാനും ഇതാക്കാനൊക്കെ ഇത് ഒരു മസ്റ്റായിട്ടുള്ള ഒരു കടിയായിരുന്നു പണ്ട് കാലമൊക്കെ, കണ്ണൂക്കാർക്ക് പ്രത്യേകിച്ചിട്ട്. ഈ പണ്ടപ്പത്തിൽ വേറെ തരമായിട്ട് ഉണ്ടാക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പരിപ്പില്ല, വലിയ പരിപ്പ്, അത് വേവിച്ചിട്ട് അതിൻ്റെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു മസാല വെച്ചിട്ട് അതിൻ്റെ മേലെ മുട്ട വെച്ചിട്ടാണ് അങ്ങനെയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ വേഗമാവും, അല്ലെങ്കിൽ അപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ കണ്ണൂക്കാരെ സ്പെഷ്യലായിട്ടുള്ള ഇനി ഐറ്റംസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇനി എങ്ങനത്തെ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നവർ അസ്സലാമു അലൈക്കും.